ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും SBS മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 3 വയസ്സ് മുതൽ 4 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പാകമാകുന്ന ഒരു പെറ്റിക്കോട്ടിൻ്റെ കട്ടിംഗ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. പെറ്റിക്കോട്ട് തയ്ക്കാനായിട്ട് ഞാനിവിടെ 1.25 മീറ്ററിൻ്റെ അടുത്ത് തുണി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ എടുത്തിരിക്കുന്ന തുണിയുടെ നീളവും വീതിയും നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. 45 ഇഞ്ചാണ് ഇതിൻ്റെ വീതി വരുന്നത്. ഇത് രണ്ടായിട്ടാണ് കേട്ടോ മടക്കിയിട്ടുള്ളത്. രണ്ടായിട്ട് മടക്കിയതിന് ശേഷം 20 ഇഞ്ചാണ് നീളം വരുന്നത്. അപ്പോൾ ടോട്ടൽ 40 ഇഞ്ച് നീളവും 45 ഇഞ്ച് വീതിയുമുള്ള തുണിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ആദ്യം ഞാനിവിടെ ബോഡി പാർട്ടിന് ആവശ്യമായിട്ടുള്ള തുണിയാണ് കട്ട് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ ബോഡി പാർട്ടിന് വേണ്ടിയിട്ടുള്ള തുണി 4 ആയിട്ടൊന്ന് മടക്കി കൊടുത്തു. അതിനുശേഷം മുകൾ സൈഡ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് എടുക്കുവാണ്. എന്നിട്ട് നമുക്ക് ബോഡി പാർട്ടിൻ്റെ ലെങ്ത് എത്രയാണോ വേണ്ടത് അത് മാർക്ക് ചെയ്യണം. ഞാനിവിടെ തയ്യൽ തുമ്പും കൂട്ടിയിട്ട് 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. ഇനി നമുക്ക് ഇതിൽ നെക്കിൻ്റെ വീതി ആദ്യം ഒന്ന് മാർക്ക് ചെയ്യാം. ഞാനിവിടെ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. നെക്ക് വീതി കുറച്ചും കൂടി ഒരു 1/4 ഇഞ്ചൊക്കെ കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ എടുക്കാം കേട്ടോ. അതിനുശേഷം ഞാനിവിടെ 3.5 ഇഞ്ച് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നെക്ക് റൗണ്ടായിട്ട് മാർക്ക് ചെയ്ത് എടുക്കണം. ഈ നെക്ക് മാർക്ക് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് തന്നെ റൗണ്ടായിട്ട് മാർക്ക് ചെയ്ത് എടുക്കുക കേട്ടോ, അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. നമുക്കിവിടെ നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യുമ്പോൾ ഒരു 1/2 ഇഞ്ചൊക്കെ കൂടുതലായിട്ട് വേണമെന്നുള്ളവർക്ക് കൂടുതൽ എടുക്കാം. അതിനുശേഷം ഞാനിവിടെ 2.5 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കൈക്കുഴിയാണ് മാർക്ക് ചെയ്യേണ്ടത്. കൈക്കുഴി ഞാനിവിടെ 4.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഒരു 3/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് റൗണ്ടായിട്ട് മാർക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ചെസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. ഞാനിപ്പോൾ 6.5 ഇഞ്ചാണ് ചെസ്റ്റ് വിഡ്ത്ത് എടുക്കുന്നത്. പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് എടുക്കുന്നുണ്ട്. തയ്യൽ തുമ്പ് 1 ഇഞ്ച് ആയാലും മതി. അതിന് ശേഷം നമുക്ക് വേസ്റ്റ് വിഡ്ത്ത് ഒന്ന് മാർക്ക് ചെയ്യാം. 5.5 ഇഞ്ചാണ് ഞാനിവിടെ വേസ്റ്റ് വിഡ്ത്ത് എടുക്കുന്നത്. പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും സെയിം അളവാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാക്ക് നെക്ക് ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ട് ഫ്രണ്ട് നെക്ക് ഒരു 1/2 ഇഞ്ച് കൂട്ടിയിട്ട് എടുക്കാം. ഇനി നമുക്ക് സ്കേർട്ട് പാർട്ടിന് ആവശ്യമായിട്ടുള്ള തുണി ഒന്ന് കട്ട് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ബാക്കി വന്നിട്ടുള്ള തുണി ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. രണ്ടായിട്ട് മടക്കിയതിന് ശേഷം നമുക്ക് വീതി എങ്ങനെ വെച്ചാലാണ് കറക്റ്റായിട്ട് കിട്ടുന്നതെന്ന് നോക്കണം. ഞാനിപ്പോൾ നോക്കിയപ്പോൾ എനിക്ക് 34 ഇഞ്ചാണ് ഇവിടെ വീതി കിട്ടുന്നത്. വേസ്റ്റ് വിഡ്ത്ത് നമുക്ക് എത്രയാണോ ഉള്ളത് അതിൻ്റെ 3 മടങ്ങ് നമുക്ക് തുണി എടുക്കാവുന്നതാണ്. പെറ്റിക്കോട്ടിന് മിനിമം നമുക്ക് 2 മടങ്ങെങ്കിലും തുണി എടുക്കണം. അതിനേക്കാളും കുറവാവരുത്. 3 മടങ്ങ് തുണി ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, 2 മടങ്ങ് എടുത്താൽ മതി. ഉദാഹരണത്തിന് വേസ്റ്റ് വിഡ്ത്ത് ഇപ്പോൾ 10 ഇഞ്ചാണെങ്കിൽ ഫ്രണ്ട് സൈഡിൽ 10 ഇഞ്ചാണെങ്കിൽ ഫ്രണ്ട് സൈഡിലേക്ക് ആവശ്യമായിട്ടുള്ള തുണി സ്കേർട്ട് പാർട്ടിൻ്റെ തുണി 20 ഇഞ്ച് എടുക്കുക. മിനിമം അത്രയെങ്കിലും എടുത്തിരിക്കണം. ഞാനിപ്പോൾ 11 ഇഞ്ച് എനിക്കിപ്പോൾ 11 ഇഞ്ചാണ് വേസ്റ്റ് വിഡ്ത്ത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 11 × 3 33 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് ഞാനിപ്പോൾ 17 ഇഞ്ചാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കുക. ഞാനിവിടെ കുറച്ച് ലോങ് ആയിട്ടുള്ള ഡ്രസ്സിന് വേണ്ടിയിട്ടാണ് ഈ പെറ്റിക്കോട്ട് തയ്ക്കുന്നത്. അതുകൊണ്ടാണ് കുറച്ച് ലെങ്ത്ത് കൂടുതൽ എടുത്തിരിക്കുന്നത്. ലെങ്ത്ത് കുറവുള്ള ഫ്രോക്ക് ആണെങ്കിൽ ഒരു 15 ഇഞ്ചൊക്കെ എടുത്താൽ മതിയാവും. അപ്പോൾ പെറ്റിക്കോട്ടിന് വേണ്ടിയിട്ടുള്ള കട്ടിങ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് നോക്കാം. അപ്പോൾ ആദ്യം ഞാനിവിടെ ബോഡി പാർട്ടാണ് എടുത്തിരിക്കുന്നത്. ഫ്രണ്ട് സൈഡിലെ ബോഡി പാർട്ടും ബാക്ക് സൈഡിലെ ബോഡി പാർട്ടും നല്ല വശങ്ങൾ തമ്മിൽ വെച്ചിട്ട് ചീത്ത വശത്തോടെ 1/2 ഇഞ്ച് വിട്ടിട്ട് ഷോൾഡർ ജോയിൻ ചെയ്ത് എടുക്കുവാണ്. ഷോൾഡറിന് 2 സ്റ്റിച്ചിട്ട് കൊടുക്കണം. മറ്റ് ഷോൾഡറും ഇതേപോലെ തന്നെയാണ് ജോയിൻ ചെയ്തെടുക്കേണ്ടത്. ഷോൾഡർ രണ്ടും ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നെക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നെക്ക് ഇതുപോലെ ചെറുതായിട്ട് എത്ര ചെറുതായിട്ട് നമുക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നോ അത്രയും ചെറുതായിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. കുറച്ചായിട്ട് റൗണ്ടായിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇവിടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുമ്പോൾ ഈ നമ്മൾ മടക്കി കൊടുക്കുന്നതിൻ്റെ അറ്റത്തൂടെ വേണം കേട്ടോ സ്റ്റിച്ച് വരാനായിട്ട്. ആ രീതിയിലായിട്ട് മടക്കിയിട്ട് തയ്ച്ചെടുക്കുക. നമ്മൾ ഇവിടെ നെക്ക് കട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കിവിടെ കറക്റ്റായിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം. നെക്ക് റൗണ്ടായിട്ട് കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക.
അപ്പോൾ നെക്ക് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി കൈക്കുഴിയും സ്റ്റിച്ച് ചെയ്തെടുക്കാം. കൈക്കുഴിയും നെക്ക് നമ്മൾ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്ത അതേപോലെ തന്നെയാണ് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. 2 തവണ ചെറുതായിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഞാനിവിടെ 2 കൈക്കുഴിയും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് സൈഡിലെ ബോഡി പാർട്ടിന് സ്കേർട്ട് പാർട്ട് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നല്ല വശത്തേക്ക് നല്ല വശം വയ്ക്കുക. എന്നിട്ട് ഉൾവശത്ത് ആദ്യം നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന തയ്യൽ തുമ്പ് 1.5 ഇഞ്ച് വിട്ടതിന് ശേഷമാണ് ഞൊറി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഞൊറിയുടെ വീതിയൊക്കെ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് വയ്ക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. ഏറ്റവും ലാസ്റ്റ് ഞാൻ 1.5 ഇഞ്ച് ഞൊറിയിടാണ്ട് വിട്ടിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഒന്നും കൂടി സ്റ്റിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് സൈഡും ജോയിൻ ചെയ്തതിന് ശേഷം പെറ്റിക്കോട്ടിൻ്റെ സൈഡ് ജോയിൻ ചെയ്തെടുക്കണം. ഞാനിവിടെ 1.5 ഇഞ്ച് വിട്ടിട്ട്, അതായത് തയ്യൽ തുമ്പ് എത്രയാണോ എടുത്തിരിക്കുന്നത് അത് വിട്ടിട്ട് ഇതിൻ്റെ സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കുവാണ്. രണ്ട് സൈഡും ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് താഴെ ഇതുപോലെ എക്സ്ട്രാ തുണികൾ വരുന്നുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്തെടുക്കണം. അതിന് ശേഷം വേണം താഴത്തെ സൈഡ് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. താഴത്തെ സൈഡ് ഞാനിവിടെ 1/2 ഇഞ്ച് പ്ലസ് 1/2 ഇഞ്ചാണ് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് 1 ഇഞ്ച് വേണമെന്നുണ്ടെങ്കിൽ 1 ഇഞ്ച് മടക്കിയിട്ട് തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പോൾ പെറ്റിക്കോട്ട് ഞാൻ വളരെ ഈസി ആയിട്ട് തന്നെ തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണെങ്കിൽ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ വീഡിയോസ് ഷെയർ ചെയ്യാനും മറക്കല്ലേ. ആരെങ്കിലും ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. എന്നിട്ട് ഓൾ ഓപ്ഷൻ എനേബിൾ ആക്കി വയ്ക്കുക. എങ്കിൽ മാത്രമേ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.